ജീവിതത്തിൽ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുവാൻ നാം ഇഷ്ടപ്പെടുന്നു. അങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ ഒരു സന്തോഷവും സംതൃപ്തിയും നമുക്കുണ്ടാകുന്നു. തിരുവചനവും നല്ല കാര്യങ്ങൾ ചെയ്യുവാൻ നമ്മെ പ്രബോധിപ്പിക്കുകയും ഉത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. അതിലൊരു നല്ല കാര്യമത്രേ 92-ാം സങ്കീർത്തനം 1-ാം വാക്യം. ഇറ്റ് ഈസ് ഗുഡ് ടു ഗീവ് താങ്ക്സ് ടു ദി ലോർഡ്. കർത്താവിന് സ്തോത്രം ചെയ്യുന്നത് നല്ലത്. എത്രത്തോളം നമുക്ക് കർത്താവിന് സ്തോത്രം അർപ്പിക്കുവാൻ കഴിയുന്നുവോ അത്രത്തോളം അത് നമ്മുടെ ജീവിതത്തിൽ നല്ലതാണ്. നാം ആരും മോശം കാര്യങ്ങൾ ചെയ്യുവാൻ ഇഷ്ടപ്പെടുന്നില്ല. എങ്കിൽ തന്നെയും നാം ഇച്ഛിക്കാത്ത തിന്മ പ്രവൃത്തികൾ നമ്മിൽ നടക്കുന്നുണ്ട്. എന്നാൽ നാം നല്ല കാര്യങ്ങൾ കൂടുതലായി ചെയ്യുമ്പോൾ നല്ലത് മോശമായതിനെ കീഴടക്കുന്നു. കർത്താവിന് സ്തോത്രം കരയറ്റുന്ന നല്ല കാര്യം നിർബന്ധത്താലും സങ്കടത്താലും ചെയ്യുന്നതായിരിക്കരുത്. പകരം വി ഷുഡ് ഡെവലപ്പ് ആൻ ആറ്റിറ്റ്യൂഡ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്. നന്ദിയുള്ള ഒരു മനോഭാവം നാം വളർത്തിയെടുക്കണം. ദൈവം നമുക്ക് തരുന്ന ഓരോ അനുഗ്രഹങ്ങളും സന്തോഷത്തോടെ ഓരോ ദിവസവും ഓരോ കാര്യങ്ങളിലും നാം ആസ്വദിക്കുവാൻ ആരംഭിക്കുമ്പോൾ ദൈവത്തിൻ്റെ നന്മയെ ഓർത്ത് സ്തുതി കരയറ്റുവാൻ നാം മറന്നു പോകില്ല. സങ്കീർത്തനക്കാരന് നന്ദിയുള്ള ഒരു മനോഭാവമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് താൻ ഇങ്ങനെ എഴുതിയത്: യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുന്നതും അത്യുന്നതനായുള്ളവയെ നിന്റെ നാമത്തെ കീർത്തിക്കുന്നതും 10 കമ്പിയുള്ള വാദിത്രം കൊണ്ടും വീണ കൊണ്ടും ഗംഭീര സ്വരമുള്ള കിന്നരം കൊണ്ടും രാവിലെ നിന്റെ ദയയും രാത്രി തോറും നിന്റെ വിശ്വസ്തതയും വർണ്ണിക്കുന്നതും നല്ലത്. ദിവസത്തിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ നമ്മുടെ കർത്താവിന് സ്തോത്രം കരയറ്റുവാൻ കാരണങ്ങളുണ്ട്. അതുകൊണ്ട് ഇടമുറിയാതുള്ള സ്തോത്ര സ്വരങ്ങൾ നമ്മുടെ നാവിൽ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ ദൈവം മാറ്റമില്ലാത്തവനാണ്. ഇന്നലകളിൽ കർത്താവ് നമ്മെ എങ്ങനെ അനുഗ്രഹിച്ചുവോ അതേ നിലയിലോ അതിനേക്കാൾ ഉപരിയായോ ഇന്നും നാളെയും നമ്മെ അനുഗ്രഹിച്ച് വഴി നടത്തുന്നവനാണ്. അതുകൊണ്ട് എല്ലാ സീസണുകളിലും നാം ദൈവത്തിന് സ്തോത്രമർപ്പിക്കുന്നവരായിരിക്കണം. സ്തുതി കരയറ്റുക എന്നത് സങ്കീർണമായ കാര്യമല്ല, പക്ഷേ അതത്ര എളുപ്പവുമല്ല. പിന്നെയോ അതൊരു അച്ചടക്കമാണ്. മാറ്റമില്ലാത്ത നമ്മുടെ കർത്താവിൻ്റെ ഭൂതകാലത്തിലേക്കും വർത്തമാനകാലത്തിലേക്കും ഭാവി കാലത്തിലേക്കും നമ്മുടെ ഹൃദയങ്ങളെയും മനസ്സിനെയും തിരിക്കുന്ന ഒരു അച്ചടക്കശീലം. അത് നമ്മൾ വളർത്തിയെടുക്കുമ്പോൾ നമ്മുടെ ഹൃദയം നന്ദിയാൽ നിറയുകയും നമ്മുടെ നാവിൽ സ്തോത്രസ്വരങ്ങൾ വരികയും ചെയ്യും. ഇറ്റ് ഈസ് ഗുഡ് ടു ഗീവ് താങ്ക്സ് ടു ദി ലോർഡ്. കർത്താവിന് സ്തോത്രം ചെയ്യുന്നത് നല്ലത്. ഹാവ് എ പ്ലസന്റ് ഡേ.